ഹലോ എവ്രി വൺ, ഇന്ന് നമുക്ക് നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ ക്വിസിനോടനുബന്ധിച്ച 100% ഉറപ്പായ ചോദ്യങ്ങൾ നോക്കാം. വീഡിയോയിലേക്ക്. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? ആൻസർ മെയ് 22. IUCN-ന്റെ പൂർണ്ണരൂപം എന്താണ്? ആൻസർ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. IUCN-ന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ സ്വിറ്റ്സർലാൻഡ്. WWF-ന്റെ പൂർണ്ണരൂപം എന്താണ്? ആൻസർ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ആൻസർ സ്ട്രോബിലാന്തസ് കുന്തിയാനസ്. കേരളത്തിൽ നീലക്കുറിഞ്ഞി പൂക്കുന്ന സ്ഥലങ്ങൾ. ആൻസർ ഇടുക്കി ജില്ലയിലെ ആനമുടി, ഇരവികുളം ദേശീയ ഉദ്യാനം, മറയൂർ, സൈലന്റ് വാലി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ആൻസർ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ഇടവപ്പാതി, കാലവർഷം. വൈകുന്നേരങ്ങളിലെ ഇടിയോട് കൂടിയ മഴ ഏത് മൺസൂൺ കാലത്താണ്? ആൻസർ നോർത്ത് ഈസ്റ്റ് മൺസൂൺ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ആൻസർ വേമ്പനാട്ടുകായൽ. വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലയിലാണ്? ആൻസർ ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ഭൂമിയുടെ വൃക്ക എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ആൻസർ തണ്ണീർത്തടങ്ങൾ. ഭൂമിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ആൻസർ മഴക്കാടുകൾ. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല. ആൻസർ കണ്ണൂർ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ആൻസർ ഡെറാഡൂൺ. ഇന്ത്യൻ വന നിയമം നിലവിൽ വന്ന വർഷം. ആൻസർ 1927. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. ആൻസർ കാസർഗോഡ്. ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്ന വർഷം. ആൻസർ 2002. കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്ന് അറിയപ്പെടുന്ന ലക്കിടി ഏത് ജില്ലയിലാണ്? ആൻസർ വയനാട്. ഹൈറേഞ്ചിൻ്റെ കവാടം എന്ന് അറിയപ്പെടുന്നത്. ആൻസർ കോതമംഗലം. പരിസ്ഥിതിക്ക് വേണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത സമര പ്രസ്ഥാനം ഏത്? ആൻസർ ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം. ആൻസർ 1973. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര്? ആൻസർ സുന്ദർലാൽ ബഹുഗുണ, ചണ്ഡി പ്രസാദ് ഭട്ട്. ബയോഡൈവേഴ്സിറ്റി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? ആൻസർ വാൾട്ടർ ജി റോസൻ. 2024 ലോക ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം. ആൻസർ ബി പാർട്ട് ഓഫ് ദ പ്ലാൻ. ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം. ആൻസർ ആവാസ വ്യവസ്ഥ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.